നിങ്ങൾ നോക്ക്, ഞാൻ നിൽക്കുന്നത് ഈ തീരദേശത്താണ്. എന്റെ കയ്യിൽ നോട്ടീസ് ഉണ്ട്. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്നാണ് ഈ പേര്. ഇതിനകത്ത് ഒരു പ്രധാനമന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിന്റെ ഒരു മന്ത്രിയുടെ ഫോട്ടോ ഇല്ല. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, MLA ഫോട്ടോ, MP ഫോട്ടോ ഇവിടെ അടിച്ചു വെച്ചിട്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ 60% പണം ചെലവഴിച്ച് പദ്ധതി മുഴുവൻ കേന്ദ്രത്തിന്റെ പണം കൊടുക്കുക. പ്രധാനമന്ത്രി കൊടുക്കുന്ന, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം മുഴുവൻ വാങ്ങി സ്വന്തം അക്കൗണ്ടിൽ പെടുത്തുക, സ്വന്തം ഫോട്ടോ അടിച്ചു വെക്കുക. എന്നിട്ട് അതിപ്പോ നടക്കുന്നില്ല. ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഔദാര്യല്ല, പിണറായിന്റെ ഔദാര്യല്ലോ. ആണോ? പിണറായിന്റെ ഔദാര്യാണോ? പിണറായിയുടെ തറവാട്ടിന് കൊടുക്കുന്നതാണോ ഇവിടുത്തെ ഔദാര്യം? സംസ്ഥാനം അല്ലല്ലോ. അപ്പൊ അതൊന്നും വേണ്ട. അവിടെ ഇരിക്കും. അങ്ങനെ ഇതുവരെ ഇല്ലാത്തൊന്നും വേണ്ട. രണ്ടാള് പറഞ്ഞ കണ്ട അതൊന്നും വേണ്ട. അത് വേറെ അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികൾ ജനങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. മുദ്രാ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ലോൺ വാങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുദ്രാ ബാങ്ക് ലോൺ വാങ്ങിയത് മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുള്ള മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് കോണിക്ക് കുത്തിക്കോ, രാഷ്ട്രീയമായിട്ട് അരിവാൾ ചുറ്റിക്ക് കുത്തിക്കോ. അങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോയാൽ അതിന് ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനല്ല. മറുപടി കിട്ടാത്ത ആൾക്കാർ പ്രതികരിക്കുന്ന ആരൊക്കെയാ? ഒന്ന് കൈ ഉയർത്തിയല്ലോ. ഇവിടെ ഒരു നിമിഷം സംസാരിച്ചല്ലേ? സംസാരിക്കാൻ ആരാണ്? അതെ, LDFന്റെ നമ്മുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇവിടെ പൊന്നാനിലെ സംവിധാനം തന്നെ ജയിക്കുള്ള ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ കൊച്ചു കുട്ടികൾക്ക് വരെ ആ വിഷയം അറിയാം. പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഖാക്കളോടാണ്. കാരണം അവരോട് നമ്മൾക്ക് സഹതാപമുണ്ട്. കാരണം ഇന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യ ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന പാർലമെന്റിൽ നിങ്ങൾ ഔദ്യോഗിക ചിഹ്നത്തിന് മത്സരിക്കാൻ മലപ്പുറം ജില്ലയിൽ ഒരു CPMന്റെ ആളുകൾക്ക് യോഗ്യത ഇല്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമവും പ്രയാസവും നേരിടുന്ന സാഹചര്യമാണ് കാണുന്നത്. പിന്നെ ഇവിടെ ജനങ്ങൾക്കൊരു കിറ്റ് കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളൊരു അവസരം തെണ്ടി നടക്കുകയാണ്. ആ അവസരം പ്രയോജനപ്പെടുത്താനുള്ള സമയമാണിത്. അബ്ദുസ്സമദ് സമദാന് വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഇവിടെ എനിക്ക് ഇടത് പ്രതിനിധിയോടും അതുപോലെ തന്നെ UDF പ്രതിനിധിയോടും ചോദിക്കാനുള്ളത്, അതായത് ഈ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏക അജണ്ട. അതല്ലാതെ മറ്റൊരു ഭരണം കാഴ്ചവെക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി അവതരിപ്പിക്കാനോ ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടാനോ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടോ? കേരളത്തിന്റെ അവിടെ ഒരു ഗവൺമെന്റ് ഒരു നേതാവ്. ചോദ്യം പ്രസക്തമാണ് അഫ്സലെ. നിങ്ങൾ ഇവിടെ നിന്നൊരു MPയെ തെരഞ്ഞെടുത്ത് അയച്ചാൽ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി ഒരു MPയെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നതെന്നാണ് BJPയുടെ ചോദ്യം. പ്രതിപക്ഷത്തിരിക്കാനല്ല ഇത്തവണ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. BJPയെ വലിച്ച് താഴെയിടാനാണ്. അല്ല, അത് മാത്രമല്ല, പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചതിനനുസരിച്ചാണെങ്കിൽ വരുന്ന കേരള നിയമസഭയിൽ ഒരു സീറ്റിൽ പോലും BJP മത്സരിക്കൂല എന്ന് കരുതുന്നത്. പ്രതിപക്ഷത്തിരിക്കാനാണെങ്കിൽ അടുത്ത നിയമസഭക്കകത്ത് BJP ഒരു സീറ്റിൽ പോലും മത്സരിക്കരുത്. പ്രതിപക്ഷം പോയിട്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ പോലും BJP കഴിയില്ല. നിങ്ങൾ പൂട്ടിച്ച CPM ആണെന്ന് കൂടെ ആര് ഓർക്കണം. അല്ല, എനിക്കൊരു നേരത്തെ ഒരു മറുപടി കൂടി പറയേണ്ട. ആദ്യം ഇടതുപക്ഷ പ്രതിനിധികൾ 2 വർഷത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 വർഷത്തെ പെൻഷൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ PC വിഷ്ണു മറുപടി പറയണത് 2 വർഷമില്ല 18 മാസം കുടിശ്ശിക വരുത്തിയിട്ടുള്ളൂ എന്ന്. ആ മറുപടി ആരെന്നത് PC വിഷ്ണു എന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ബാബരി മസ്ജിദ് വിഷയം ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ളത്. ഒന്ന്, 1949 ബാബരി മസ്ജിദിനകത്തേക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോഴും 87 അതിനകത്തേക്ക് ഇതര മതസ്ഥരെ പ്രവേശിപ്പിക്കുമ്പോഴും 89 അവിടേക്ക് അതുപോലെ തന്നെ ഇതര മതസ്ഥരെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോഴും 92 ബാബരിയുടെ മിനാരങ്ങൾ തകർക്കുമ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു.
ആ കോൺഗ്രസിനെ എന്ത് വിശ്വാസത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ഹാരിസ് മുന്തൂർ പറയണം. പെട്ടെന്ന് മറുപടി. 1948 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ആദ്യമായ ഒരു വിഷയമുണ്ടായപ്പോൾ അവിടെ ഒരു വിഗ്രഹമുണ്ട് എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അതെടുത്ത് സരയൂ നദിയിലെ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? നെഹ്റുവിന്റെ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? അതെടുത്ത് രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? പറഞ്ഞ നരസിംഹറാവു എന്ത് ചെയ്തു? കോൺഗ്രസ് രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ശരി, ശരി. അല്ല അങ്ങനല്ല, അല്ല തുറന്നു രാജീവ് കൊടുത്തു. ഗാന്ധി തുറന്നു കൊടുത്തു, നരസിംഹറാവു പൊളിക്കാൻ അനുമതി കൊടുത്തു.